എന്താ ചെയ്യാ, അപ്പൂപ്പനാണെങ്കിൽ പ്രായമായിട്ട് വരിക. ഒരു ബ്രഷ് കട്ടർ വാങ്ങിക്കൊടുത്ത് അത് ഉപയോഗിക്കാൻ പറ്റുമോന്നും അറിയത്തില്ല. എന്താ ചെയ്യാ ഇപ്പൊ? എന്താടി നീ പെറുപെറുക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? മഴക്കാലൊക്കെ അല്ലേടി, പുല്ലൊക്കെ ആണെങ്കിൽ പടർന്ന് പന്തലിച്ച് കിടക്കുക. പോരാത്തിന് കൃഷിയാണെങ്കിൽ നാശിച്ച്. ഇപ്പൊ ഒരാളെ വെച്ചൊക്കെ വെട്ടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെ പൈസ അവർ ചോദിക്കുന്നത്. ഇതാണോ നിന്റെ പ്രശ്നം? ഇപ്പൊ എല്ലാം പുതിയ ടെക്നോളജി അല്ലേ. ഒരു ബ്രഷ് കട്ടർ വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ നിനക്കുള്ളൂ? അതല്ലടാ, ഞാൻ അതിനെ പറ്റി ആലോചിച്ചതാ. പക്ഷെ അപ്പൂപ്പനാണെങ്കിൽ പ്രായമായിട്ടൊക്കെ വരുമല്ലേ, അപ്പൊ ഇനി തോളിലിട്ട് ബ്രഷ് കട്ടർ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലല്ലോ. പോരാത്തിന് എനിക്കാണെങ്കിൽ ഈ ബ്രഷ് കട്ടർ എവിടെ നിന്ന് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ഏത് കമ്പനിന്ന് വാങ്ങിക്കണമെന്നോ ഒന്നും അറിയത്തില്ല. അതിനെ പറ്റി ഒരു ഐഡിയ എനിക്കില്ല. ശരി, ഞാൻ നിന്നൊരു സ്ഥലം വരെ കൊണ്ടുപോവാ. ഇതിനെല്ലാത്തിനും ഉത്തരം നിനക്ക് അവിടെ കിട്ടും. നമ്മളിപ്പോ ഒരു ബ്രഷ് കട്ടർ നോക്കാൻ വന്നിരുന്നു. അപ്പൊ ബ്രഷ് കട്ടർ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാവോ? ഇതൊക്കെയാണ് നമ്മുടെ ബ്രഷ് കട്ടേഴ്സ്. ഇത് സൈഡ് പാക്ക്, ഇത് ബാക്ക് പാക്ക്. അയ്യോ, ഇതല്ല വേണ്ടത്. അപ്പൂപ്പന് അത്യാവശ്യം പ്രായമുള്ളതാ. അപ്പൊ ഇത് തൂക്കിയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. ഈ വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള ബ്രഷ് കട്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ ട്രോളി തൂക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ മാനുഫാക്ചർ ചെയ്താണ് ഈ ട്രോളി ബ്രഷ് കട്ടർ. ഇതിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ഹാൻഡിലും സപ്പോർട്ടിംഗ് വീലും കൊടുത്തിരിക്കുന്നുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും ഈസിയായി യൂസ് ചെയ്യാം. അപ്പൊ നിന്റെ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമായില്ലേ? ഇനി നീ ഈ വിഷയത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ബൈ ബൈ.